മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജ് ഈ ജനുവരി മാസം മുതൽക്ക് നമ്മുടെ പൈതൃകത്തിൻ്റെ വൈവിധ്യമാർന്ന വിഷയങ്ങൾ, ഏത് വിഷയം എടുത്താലും വിരോധമില്ല. പൈതൃകവുമായി ബന്ധപ്പെട്ട കലയോ സാഹിത്യമോ ഗ്രന്ഥമോ ആത്മീയതയോ ആചാരങ്ങളോ വിചാരങ്ങളോ വിശ്വാസങ്ങളോ സംഗീതമോ ഏത് വിഷയം, ആയിരക്കണക്കിന് വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളിൽ ഔദ്യോഗികമായിട്ട് ഒഫീഷ്യലായിട്ട് പഠിച്ചിട്ടില്ല എങ്കിൽ കോളേജുകളിൽ നിന്ന് സർട്ടിഫിക്കറ്റ് കിട്ടില്ല, യൂണിവേഴ്സിറ്റികളിൽ നിന്ന് സർട്ടിഫിക്കറ്റ് കിട്ടില്ല. ഇപ്പം 2-3 വർഷം ഒരാൾ പാട്ട് പഠിച്ചു ഒരു ടീച്ചറിൻ്റെ കീഴിൽ, അല്ലെങ്കിൽ വയലിൻ പഠിച്ചു, അല്ലെങ്കിൽ ഫ്ലൂട്ട് പഠിച്ചു, അല്ലെങ്കിൽ രാമായണം നല്ലോണം അമ്പലങ്ങളിൽ വായിക്കുന്നുണ്ട്, മഹാഭാഗവതം വായിക്കുന്നുണ്ട്, ഈ ഭഗവത്ഗീത വായിക്കുന്നുണ്ട്, നല്ലോണം പ്രസംഗിക്കാൻ അറിയാം, അക്ഷരശ്ലോകം അറിയാം, കഥകളി അറിയാം, ഓട്ടംതുള്ളൽ അറിയാം, ശിഷ്യന്മാരെ അങ്ങോട്ടും ഇങ്ങോട്ടും പഠിപ്പിക്കാമെന്ന് വിചാരിക്കാം. അപ്പൊ അവർക്ക് എങ്ങനെ സർട്ടിഫിക്കറ്റ് കിട്ടാം? അതിനുവേണ്ടി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജ് നാഷണൽ ഹെറിറ്റേജ് സെന്ററിന്റെ കീഴിൽ ഒരു സംവിധാനം, ശരിക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. 100-300 പേർക്ക് കൊടുത്തു. ഇപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, എവിടെയൊക്കെ പ്രഭാഷണം ഉണ്ടോ അവിടെ എല്ലാം നമ്മൾ പറയും. നല്ല രീതിയിൽ പൈതൃക വിദ്യ അറിയാവുന്നവരുണ്ടെങ്കിൽ ഒരു ഫോമുണ്ട്, ആ ഫോമിൽ ഫില്ല് ചെയ്ത് ഫോൺ നമ്പറും അഡ്രസ്സും ഫുള്ളായിട്ട് ഫില്ല് ചെയ്യാം. സർട്ടിഫിക്കറ്റിന് അത് ഫ്രീ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വില ഉണ്ടാവില്ല. ഇൻസ്റ്റിറ്റ്യൂട്ടിന് സർട്ടിഫിക്കറ്റിന്റെ കോസ്റ്റും കൊറിയർ ചാർജും ബെയർ ചെയ്യാൻ ഒരു വിഷമവും ഇല്ല. ഇൻസ്റ്റിറ്റ്യൂട്ടിന് താങ്ങാവുന്നതേ ഉള്ളൂ അത്. എന്നാലും നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഫ്രീ ആയിട്ട് കിട്ടിയാൽ അതിന് വില ഉണ്ടാവില്ല എന്നുള്ളത് കൊണ്ട് ആ ഡിജിറ്റൽ നിങ്ങളുടെ പേര് വെച്ച് സബ്ജക്റ്റ് വെച്ച് ഓരോരുത്തർക്കും ഇൻഡിവിജ്വലി ഡിസൈൻ ചെയ്ത സർട്ടിഫിക്കറ്റ്, പേന കൊണ്ട് പേരെഴുതി ചേർത്ത സർട്ടിഫിക്കറ്റ് അല്ല, ഇൻഡിവിജ്വലി ഡിസൈൻ ചെയ്ത സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് പ്രിന്റ് ചെയ്യാനും കൊറിയർ ചാർജുമായിട്ട് 50 രൂപ മേടിക്കാറുണ്ട്. അപ്പൊ ധാരാളം പേര് ആപ്ലിക്കേഷൻ അയച്ചിട്ടുണ്ട്. ആ ആപ്ലിക്കേഷനുകളെല്ലാം നമ്മൾ സ്വീകരിച്ച് വൈകുന്നേരങ്ങളിൽ ആ മൊബൈൽ നമ്പറിൽ വിളിച്ച് നമ്മൾ ഇന്റർവ്യൂ നടത്താറുണ്ട്. ഇപ്പൊ കഥകളിയാണെങ്കിൽ എല്ലാ കാര്യത്തെക്കുറിച്ച്, കഥകളെക്കുറിച്ച് കുറേ ചോദിക്കും. എത്ര സദസ്സിൽ അവതരിപ്പിച്ചിട്ടുണ്ട്, എത്ര കാലം പഠിച്ചു, എന്തൊക്കെയാണ് കമന്റുകൾ കിട്ടിയിരിക്കുന്നത്, എത്ര സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട്, ഏതൊക്കെ വേഷത്തിൽ അഭിനയിച്ചിട്ടുണ്ട്, ഇന്ത്യക്ക് പുറത്ത് അഭിനയിച്ചിട്ടുണ്ടോ, ഇങ്ങനെ ഒരു 2-3 ഡസൻ ചോദ്യങ്ങൾ ചോദിക്കും. ഏതാണ്ട് അതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാവും. അതുപോലെ ആയുർവേദത്തെക്കുറിച്ച്, യോഗയെക്കുറിച്ച്, അതുപോലെ വേദമന്ത്രങ്ങളെക്കുറിച്ച്, രാമായണത്തെക്കുറിച്ച് ഈ ശരിക്ക് പഠിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ ഒരു വിഷമമില്ല. ഇത്രയും ഞാൻ പറഞ്ഞത് വേറൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടായിരുന്നു. ഇന്നലെയും ഞാൻ കുറേ പേരെ ഇന്റർവ്യൂ നടത്തിയ പലരും മിഡിൽ ഈസ്റ്റില് യോഗയും ആത്മീയതയും നല്ല രീതിയിൽ പഠിപ്പിക്കുന്നവരും ആയുർവേദ ട്രീറ്റ്മെന്റ് നടത്തുന്നവരും ഒക്കെ ആയിട്ടായിരുന്നു ഇന്റർവ്യൂ നടത്തിയത്. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചപ്പോൾ, മിഡിൽ ഈസ്റ്റിലെ മുസ്ലിം രാജ്യമാണ്, അവിടെ യോഗ ഒക്കെ സ്വീകരിക്കുന്നുണ്ടോ, ആയുർവേദം സ്വീകരിക്കുമോ, അതൊക്കെ ബ്ലാക്ക് മാജിക് ആയിട്ടല്ലേ എന്ന് ചോദിച്ചു. ഉടനെ വന്ന ഉത്തരം എന്ന് വെച്ചാൽ, ശ്രീ നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രി മിഡിൽ ഈസ്റ്റിൽ വന്നതിന് ശേഷം ഇന്ത്യയെക്കുറിച്ചും ഇന്ത്യയുടെ അറിവുകളെക്കുറിച്ചുമുള്ള മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലെ ഭരണാധികാരികൾക്കും ജനങ്ങൾക്കും നിയമപാലകർക്കുമുള്ള അറിവ്, ബഹുമാനം, ആദരവ് അടിമുടി മാറിയിട്ടുണ്ട്. അത് കാരണം ഇപ്പൊ യോഗ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭരണാധികാരികളുടെ മക്കളെ തന്നെ അവരയക്കുന്നുണ്ട് യോഗ പഠിക്കാൻ. അതുപോലെ ഈവൻ വേദ കേട്ട് എന്താന്ന് മനസ്സിലാക്കാനായിട്ട് മുസ്ലിങ്ങൾ വരുന്നുണ്ട്. അത് പണ്ടെങ്ങാനും പഠിപ്പിച്ചിരുന്നെങ്കിൽ അറസ്റ്റ് ചെയ്യുന്നത് ഉറപ്പാണ്. ഇപ്പൊ ഹിന്ദു കാര്യങ്ങൾ, ഭാരതീയ കാര്യങ്ങൾ ഇന്ന് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ ധാരാളമായിട്ട് സ്വീകരിക്കുന്നത് ഈ നരേന്ദ്രമോദിയുടെ ഇവിടുത്തെ സന്ദർശനവും അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവവുമാണെന്നാണ് പലരും പറഞ്ഞത്. ഉടനെ തന്നെ സൗദി അറേബ്യയിൽ നിന്ന് വിളിച്ചിരുന്നു, നല്ല രീതിയിൽ വിളിക്കും, കുറെ പേര് വിളിക്കുന്നു. സാറേ, ഇവിടെ നമുക്ക് സാർ അവിടുന്ന് കുറെ മെസ്സേജ് തരണം, വിഷുവിന്റെ മെസ്സേജ് തരണം, വെള്ളിയാഴ്ചയായിട്ട് നമ്മളിവിടെ വിഷു സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ചോദിച്ചു, സൗദി അറേബ്യയിൽ ഇതൊക്കെ അനുവദിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല സാറേ, ശ്രീ നരേന്ദ്രമോദി വന്നതിന് ശേഷം അടിമുടി മാറ്റമുണ്ട് സാർ. എല്ലാ സ്ഥലത്തും പരസ്പരം ബന്ധമില്ലാത്തവർ പോലും നമ്മളെ അറിയിക്കുന്നു. നമ്മുടെ പൈതൃകം ഭംഗിയായിട്ട് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ ആരാണോ നഖശികാന്തം എതിർത്തിരുന്നത്, മതത്തിന്റെ അടിസ്ഥാനത്തിൽ പൂർണ്ണമായിട്ട് നിഷേധിക്കുകയും നിരാകരിക്കുകയും ചെയ്തിരുന്നത്,
അവര് നമ്മുടെ പൈതൃകം സ്വീകരിക്കാനുള്ള കാരണം ഒരു വ്യക്തിയുടെ പ്രഭാവമാണ്. ഈ വ്യക്തി പ്രഭാവം എത്രത്തോളം ജനങ്ങളെ സ്വാധീനിക്കുന്നു എന്നുള്ളത് ഞാനും നിങ്ങളും അറിയണം. അത് ലോകത്തിന്റെ മുമ്പിൽ എത്തിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. നമ്മളെ കമ്മ്യൂണിസ്റ്റുകാരോ കോൺഗ്രസ്സുകാരോ ക്രിസ്ത്യാനിയോ മുസ്ലിമോ നിരീശ്വരവാദിയോ യുക്തിവാദിയോ ആരുമാവട്ടെ, പക്ഷെ ഈ നാട് നമ്മുടേതാണെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഏതായാലും ശ്രീ നരേന്ദ്രമോദി എന്ന് പറയുന്ന ആൾ കുറെ BJP-കാരുടെ പ്രധാനമന്ത്രി മാത്രമൊന്നുമല്ല, എല്ലാവരുടെയും പ്രധാനമന്ത്രിയാണ്. ഇവിടെ കൊല്ലത്ത് അമ്പലത്തില് 116 പേര് മരിച്ചപ്പോ മരിച്ച ആൾക്കാർ ഏത് മതത്തിലോ ഏത് ജാതിയിലോ ഏത് രാഷ്ട്രീയ പാർട്ടിയിലോ എന്ന് നോക്കിയിട്ടൊന്നും അല്ല വേണ്ട സഹായങ്ങൾ ചെയ്തത്. ഇപ്പൊ നമ്മളുടെ രാഷ്ട്രത്തിന്റെ ഭരണാധികാരി മറ്റ് രാഷ്ട്രങ്ങളിൽ ചെന്ന് ഈ നാടിന്റെ പൈതൃകം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ വോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ആർക്ക് വേണമെങ്കിലും വോട്ട് ചെയ്തോളൂ, പക്ഷെ ഈ വസ്തുത അഭിമാനത്തോടു കൂടി സ്മരിക്കുകയും മറ്റുള്ളവരെ അറിയിക്കുകയും കൂടി ചെയ്യുമ്പോഴാണ് നമ്മുടെ നാട് ലോകത്തിന്റെ മുമ്പിൽ ആരാധ്യമാവുന്നത്. ഓരോ വ്യക്തിയും അഭിമാനത്തോടു കൂടി ഞാൻ ഭാരതീയനാണ് എന്ന് പറയിപ്പിക്കുമ്പോൾ ഉണ്ടാവുന്ന മഹത്വവും നമ്മൾ വിസ്മരിക്കരുത് എന്ന് പറയുന്നു. പ്രണാമം, നമസ്കാരം.